ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, പഠനം എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു പ്രോസസ്, ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്? ഇതൊരു വലിയ ഒരു സെക്ഷനാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ തൽക്കാലം നമ്മൾ ഇതിന്റെ ഒരു പ്രധാന ഏരിയ ആണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോ പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെ, പഠനത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു കുട്ടി നേരിടുന്നത്, അതിനെ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ചോദ്യം ഇതാണ്, വായിക്കുക. ഒരു കുട്ടിയെ പുതിയ ഒരാശയം പഠിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു അധ്യാപകൻ പരിശോധിക്കേണ്ടത് എന്താണ്? ഫ്രണ്ട്സ്, ചോദ്യം ഇതാണ്. ഒരു കുട്ടിയെ പുതിയ ഒരാശയം പഠിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു അധ്യാപകൻ പരിശോധിക്കേണ്ടത് എന്താണ്? ബുദ്ധി നിലവാരമാണോ, കലാപരമായ വാസനകളാണോ, വ്യക്തിത്വമാണോ, പഠന സന്നദ്ധതയാണോ? നമ്മൾ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആ കുട്ടിക്ക് എന്തുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ബുദ്ധി നിലവാരം, കലാപരമായ വാസനകൾ, വ്യക്തിത്വം, പഠന സന്നദ്ധത. ഏതായിരിക്കും? ചിലരെങ്കിലും ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല കേട്ടോ. ഒരു കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്ന ഒന്നാണ് ആ കുട്ടിയുടെ പഠന സന്നദ്ധത. കുട്ടിയുടെ പഠന സന്നദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് റെഡിനെസ്. എന്താണ് ലേണിംഗ് റെഡിനെസ് എന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക്, ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ? നമുക്കത് വിശദമായിട്ട് കാണാം. അപ്പോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മളൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ കുട്ടി ഈ കോൺസെപ്റ്റ് പഠിക്കാനുള്ള സന്നദ്ധതയുമായിട്ടാണോ ഇരിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. നമുക്ക് നോക്കാം കേട്ടോ, എന്താണ് സന്നദ്ധത എന്ന് നമുക്ക് നോക്കാം. പഠന സന്നദ്ധത, ലേണിംഗ് റെഡിനെസ്. എന്താണ് കൂട്ടുകാരെ ലേണിംഗ് റെഡിനെസ്? പലർക്കും ഒരു സംശയമുണ്ട്. റെഡിനെസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കയറി ചെന്നിട്ട് എല്ലാവരുടെ സിറ്റ് സ്ട്രെയിറ്റ്, സ്റ്റാൻഡ് അപ്പ് അല്ലെങ്കിൽ ലുക്ക് സ്ട്രെയിറ്റ് എന്നൊക്കെ പറയുന്നതാണോ പഠന സന്നദ്ധത എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല അല്ലെ. അതൊരു തരത്തിലുള്ള ഫിസിക്കൽ റെഡിനെസ് മാത്രമാണ്. ഇവിടെ പഠന സന്നദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായ ഒരു സന്നദ്ധത കൂടി അതിന്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. സോ ശാരീരികവും മാനസികവുമായി വേണ്ട പരിപക്വതയാണ് നമ്മൾ പഠന സന്നദ്ധത എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തയ്യാറാണോ, അതിനെയാണ് നമ്മൾ പഠന സന്നദ്ധത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫ്രണ്ട്സ്, എന്താണ് ഈ പഠന സന്നദ്ധത ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പൂർവാർജിത നൈപുണികൾ, അതായത് നേരത്തെ അക്വയർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സ്കിൽസ് ഈ കുട്ടികൾക്കുണ്ടോ? ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുട്ടിക്ക് വളരെ എളുപ്പം മനസ്സിലാകും. അറിയില്ല എങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബേസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ലക്ഷ്യം നിർണയിക്കാനുള്ള ശേഷി. ഈ പഠിക്കുന്ന കാര്യത്തിന്റെ ഉപയോഗം എന്താണ്, ലക്ഷ്യം എന്താണ്, ഇത് കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുട്ടിക്ക് സന്നദ്ധതയുണ്ട്. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്കിൽസ്, നൈപുണികൾ ഉണ്ടോ? കുട്ടിക്ക് സന്നദ്ധതയുണ്ട്. അതേസമയം ലക്ഷ്യം നിർണയിക്കാനുള്ള ശേഷി കുട്ടിക്കുണ്ടോ? എങ്കിലും കുട്ടിക്ക് സന്നദ്ധതയുണ്ട്. ഇവ അടിസ്ഥാനമായുള്ള ശിശുവിന്റെ വികസനമാണ് പഠന സന്നദ്ധത. അപ്പൊ പഠിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൂർവ്വകാല അറിവുകൾ കുട്ടിക്ക് ഉണ്ടോ? ഇതൊക്കെ ആണ് ആ കുട്ടിയുടെ പഠന സന്നദ്ധതയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താണ് പഠന സന്നദ്ധത? ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള തയ്യാറെടുപ്പിനെയാണ് നമ്മൾ പഠന സന്നദ്ധത എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഫ്രണ്ട്സ്? ഒരു കുട്ടിയുടെ പഠന സന്നദ്ധതയുള്ള അല്ലെങ്കിൽ പഠന സന്നദ്ധതയെ, ലേണിംഗ് റെഡിനെസിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അഭിപ്രേരണയുടെ അഭാവം. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് മോട്ടിവേഷൻ. ഫ്രണ്ട്സ്, ഒരു കുട്ടി ഒട്ടും മോട്ടിവേറ്റഡ് അല്ല എങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാവില്ല? സന്നദ്ധത ഉണ്ടാവില്ല പഠിക്കാൻ, അല്ലെ? ഇപ്പൊ എന്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്നദ്ധത ഉണ്ടാവും. അതല്ല, ഇത് കണ്ടു തീർക്കണമല്ലോ എന്ന ഒരു വെപ്രാളത്തിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്നദ്ധത ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പൊ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സന്നദ്ധതയുണ്ട് എന്നാണ് അർത്ഥം. മോട്ടിവേഷന്റെ മലയാളമാണ് അഭിപ്രേരണ. അടുത്തത് ഫ്രണ്ട്സ്, വികസന വൈകല്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതും കുട്ടിയുടെ സന്നദ്ധതയെ ബാധിക്കില്ലേ? അതായത് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഇഷ്യൂസ് കുട്ടികൾക്കുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഓട്ടിസം ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. കാരണം ആ ഒരു പഠന അല്ലെങ്കിൽ ഒരു വികസന വൈകല്യം ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പഠന സന്നദ്ധതയെ അത് സാരമായി ബാധിക്കാറാണ് പതിവ്. സോ പഠന സന്നദ്ധതയെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് വികസന വൈകല്യം. ആദ്യത്തെ ഏതായിരുന്നു? അഭിപ്രേരണയുടെ അഭാവം. അതും പഠന സന്നദ്ധതയെ പ്രതികൂലമായി ബാധിക്കും. അടുത്തത് സാമൂഹികമായ അപസമായോജനം. അപസമായോജനം നമ്മൾ പല സെഗ്മെന്റുകളിൽ കാണുന്നതാണ്. മാൽ അഡ്ജസ്റ്റ്മെന്റ്. അപസമായോജനം നമ്മൾ പല സെഗ്മെന്റുകളിൽ കാണുന്നതാണ്. മാൽ അഡ്ജസ്റ്റ്മെന്റ്, സാമൂഹികമായ അപസമായോജനം. കൂടാതെ അപസമായോജനം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് അപസമായോജനം, മാൽ അഡ്ജസ്റ്റ്മെന്റ്. നിങ്ങൾക്കൊരു സമൂഹവുമായി അല്ലെങ്കിൽ ഒരു സന്ദർഭവുമായി സാഹചര്യവുമായി ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പഠന സന്നദ്ധതയെ അത് സാരമായി ബാധിക്കും. പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ് അല്ലെ. അതിന്റെ കാരണം എന്താണ്? ഒരുപക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചില ജോലികൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത പ്രഷർ കിട്ടുന്നതുകൊണ്ടാവാം നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ മാൽ അഡ്ജസ്റ്റഡ് ആവുകയും പഠിക്കാനുള്ള ഒരു ആംബിയൻസ് ചിലപ്പോൾ അവിടെ ചിലർക്കെങ്കിലും ഫീൽ ചെയ്യില്ല. എന്നാൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ പോയാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, ഭർത്താവിന്റെ വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. സോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് ആ മേഖലയുമായിട്ട് അഡ്ജസ്റ്റഡ് ആണോ എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പഠന സന്നദ്ധതയുണ്ട്. കായികമായ പോരായ്മകൾ, അതായത് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും കുട്ടിയുടെ പഠന സന്നദ്ധതയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടിയുടെ പഠന സന്നദ്ധതയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. കണ്ടെത്താനുള്ള മാർഗങ്ങൾ, കൂടാതെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്താണ്? ഒരു കുട്ടിക്ക് പഠന സന്നദ്ധത ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതുണ്ടെങ്കിലല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഒന്ന്, മുന്നറിവിന്റെ പരിശോധന. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. യു ഹാവ് ടു ടെസ്റ്റ് ദ പ്രീവിയസ് നോളജ്. മുൻ അറിവ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് സന്നദ്ധത ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. കുട്ടിക്ക് മുന്നറിവുകൾ ഉണ്ടെങ്കിൽ യെസ്, ഹി ഈസ് റെഡി ടു റിസീവ് ദ കോൺസെപ്റ്റ്. കുട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ ഇല്ല, നമ്മൾ ഈ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ചിലപ്പോൾ കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്. സോ മുന്നറിവിന്റെ പരിശോധന സന്നദ്ധതയെ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ്. അടുത്തത് സൂക്ഷ്മ നിരീക്ഷണം. കുട്ടിയെ നിങ്ങളൊന്ന് വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടി റെഡിയാണോ അല്ലയോ എന്ന്. നല്ലൊരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. സോ മുന്നറിവിന്റെ പരിശോധന, സൂക്ഷ്മ നിരീക്ഷണം എന്നിവ ഉപയോഗിച്ച് നമുക്ക് പഠന സന്നദ്ധത കണ്ടെത്താൻ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം. ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്താൻ താഴെ തന്നിരിക്കുന്ന ഏത് വസ്തുതകളിലെ മാറ്റമാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾ പരിശോധിക്കുന്നത്? അതായത് ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു കുട്ടിയുടെ പഠനം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഏറ്റവും ഒടുവിൽ പരിശോധിക്കുന്നത്, അതായത് നിങ്ങൾ അധികം പരിശോധിക്കാത്തത് എന്നാണ് അവിടുത്തെ ഉദ്ദേശം, ചോദ്യത്തിന്റെ അർത്ഥം. ഒരു കുട്ടിയുടെ ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്താൻ നിങ്ങൾ വളരെ താമസിച്ച് മാത്രമേ ഈ ഫാക്ടറിനെ നിങ്ങൾ പരിശോധിക്കൂ. ആ ഫാക്ടർ ഏതാണ്? വൈയക്തിക ചരങ്ങളാണോ, പാഠ്യചരങ്ങളാണോ, പഠനതന്ത്ര ചരങ്ങളാണോ, സാമൂഹ്യ ചരങ്ങളാണോ? ഫ്രണ്ട്സ്, ഒരു കുട്ടിയുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ അവസാനം നിങ്ങൾ പരിശോധിക്കുന്ന ഏതാണ്? ഫ്രണ്ട്സ്, അതിന്റെ ആൻസർ സാമൂഹ്യ ചരങ്ങൾ എന്ന് പറയുന്ന ഒന്നാണ്. എന്താണ് ഇവിടെ ഒരു ചരം എന്ന് പറഞ്ഞാൽ? ചരങ്ങൾ, വേരിയബിൾസ്. വൈയക്തിക ചരം, പാഠ്യചരം, പഠനതന്ത്ര ചരം, ഇത് മൂന്നും പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ ആദ്യം നിങ്ങൾ ഇത് മൂന്നുമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷമേ ഉള്ളൂ ബാക്കി എന്തും. അതുകൊണ്ടാണ് അവസാനത്തെ നാലാമത്തെ ഓപ്ഷനായ സാമൂഹ്യ ചരങ്ങൾ നമ്മൾ
അവിടുത്തെ ഉത്തരമായിട്ട് എടുക്കുന്നത്. ആദ്യത്തെ 3 എണ്ണവും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇനി നമ്മൾ എന്തും കൺസിഡർ ചെയ്യുള്ളൂ. സോ ആ ആദ്യത്തെ 3 എണ്ണം അല്ലാത്ത എന്ത് വന്നോ അതാണ് ഇവിടുത്തെ ആൻസർ. സോ സാമൂഹിക ചരം നമ്മൾ വളരെ പതുക്കെ മാത്രം കൺസിഡർ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഈ ചരങ്ങൾ എന്താണ്, വേരിയബിൾസ് എന്താണ്, ഫാക്ടേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സുഹൃത്തുക്കളെ, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫ്രണ്ട്സ്, ഒന്നാമത്തതാണ് വൈയക്തിക ചരങ്ങൾ, പേഴ്സണൽ വേരിയബിൾസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേരിയബിൾസ്. ചരങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ്. ഫ്രണ്ട്സ്, ഒരു കുട്ടി ആ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേരിയബിൾ ആണ് പേഴ്സണൽ വേരിയബിൾ, അതായത് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. നോക്കാം. 1 പരിപക്വനം, മെച്യൂരിറ്റി. ഫ്രണ്ട്സ്, ഒരു കുട്ടിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് എങ്കിൽ ആ കുട്ടിയുടെ പഠനം നല്ല രീതിയിൽ നടക്കും. ഒരു കുട്ടിക്ക് ഒട്ടും മെച്യൂരിറ്റി ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ പഠനം മോശമായിരിക്കും. അപ്പോ പരിപക്വത അല്ലെങ്കിൽ പരിപക്വനം ഇത് പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വൈയക്തിക ചരമാണ്, കാരണം ആ കുട്ടിയെ സംബന്ധിക്കുന്ന ഫാക്ടറാണ്. ഓക്കെ. പ്രായം. ഫ്രണ്ട്സ്, നമുക്കറിയാമല്ലോ, നമ്മൾ ജനിച്ചതിന് ശേഷം പ്രായം ഇങ്ങനെ കയറി വരികയും നമ്മളൊരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പഠനത്തിന്റെ തീവ്രത വളരെയധികം കൂടുന്നത്, അല്ലെ? ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലെവലല്ല. പ്രായം കൂടുന്നതോറും നമുക്ക് പഠനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാർദ്ധക്യത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയകാല ഒരു മെമ്മറി ഒന്നും ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല, അല്ലെ? അപ്പോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ പഠനത്തിന്റെ കപ്പാസിറ്റി മാറിയും തിരിഞ്ഞും വരും. അപ്പൊ ഇത് വ്യക്തിയുടെ പ്രായമല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് വൈയക്തിക ചരം. ലിംഗഭേദം. കൂടുതൽ ലിംഗഭേദം വാസ്തവത്തിൽ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ. ലിംഗഭേദം, ആൺ പെൺ വ്യത്യാസം എന്ന് പറയുന്നത് പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആൺകുട്ടികൾ പഠിക്കുന്ന രീതിയും പെൺകുട്ടികൾ പഠിക്കുന്ന രീതിയും രണ്ടാണ്, അല്ലെ? പെൺകുട്ടികൾ വളരെ ക്രിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെപ്തിൽ പല കാര്യങ്ങളും മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് വായിച്ചുകൊണ്ട് പോകാറാണ് പല ആൺകുട്ടികളും ചെയ്യുന്നത് കേട്ടോ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, വ്യക്തി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൊതുവെ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. കുത്തിയിരുന്ന് പഠിക്കുന്ന ആൺകുട്ടികളുണ്ട്, വളരെ അലക്ഷ്യമായിട്ട് വായിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളും ഉണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലേ. സ്ത്രീകൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഈ പഠനത്തിൽ കൊടുത്ത് കാണാറുണ്ട് എന്നതാണ് സത്യം. റിസൾട്ട് പല രീതിയിൽ വരാറുണ്ട് എങ്കിൽ പോലും ആൺകുട്ടികൾ പഠിക്കുന്നതും പെൺകുട്ടികൾ പഠിക്കുന്ന രീതികളും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആൺകുട്ടികൾക്ക് ബുദ്ധി കുറവെന്നോ ബുദ്ധി കൂടുതലെന്നോ അല്ല പറയുന്നത്. അപ്പൊ ലിംഗഭേദം ഈ പറയുന്ന പഠനത്തെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഓർത്തു വെച്ചുകൊള്ളുക. മുൻ അനുഭവങ്ങൾ, പ്രീവിയസ് എക്സ്പീരിയൻസസ്. ഫ്രണ്ട്സ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ആശയത്തെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ ധാരണയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആ ആശയം വളരെ എളുപ്പം പഠിച്ചെടുക്കില്ലേ? ആണ്. എന്നാൽ ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന അവസ്ഥയിൽ അത് പഠിക്കാൻ നമ്മൾ സ്വല്പ സമയമെടുക്കും, അല്ലെ? ഇതാണ് മുൻ അനുഭവങ്ങൾ. മുൻ അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതെന്നാൽ അതല്ല, മുൻ അനുഭവങ്ങൾ ഇല്ല, ഇതൊരു ഫ്രഷ് കോൺസെപ്റ്റ് ആണെങ്കിൽ അത് പഠിക്കാൻ സ്വല്പം സമയമെടുക്കും. അടുത്തത് ശേഷികൾ. ഞാൻ വളരെ എളുപ്പം പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ എനിക്കത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. എന്നാൽ ഞാൻ വളരെ പതുക്കെ പഠിക്കുന്ന ആളാണ്, എനിക്ക് പഠനം അത്തരത്തിലുള്ള ശേഷികൾ വളരെ കുറവാണ്, അത്തരത്തിലുള്ള ഒരാളാണ് ഞാനെങ്കിൽ എന്റെ പഠനം അത് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. കായിക വൈകല്യങ്ങൾ, ശരീരത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആളാണ് എങ്കിൽ ചിലപ്പോൾ പഠനത്തെ അത് ബാധിക്കാം. അപ്പൊ അത് പഠനത്തെ ബാധിക്കുന്ന ഒരു വൈയക്തിക ചരമാണ്. അഭിപ്രേരണ, മോട്ടിവേഷൻ. നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല എങ്കിൽ പഠിക്കാൻ കഴിയില്ല, അത് സത്യമാണ് കേട്ടോ. മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. നോക്കൂ, അപ്പൊ പരിപക്വനം, പ്രായം, ലിംഗഭേദം, മുന്നനുഭവങ്ങൾ, ശേഷികൾ, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ, ഇതെല്ലാം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് അല്ലേ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് വൈയക്തിക ചരങ്ങൾ, പേഴ്സണൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേരിയബിൾസ്.
അങ്ങനെയെങ്കിൽ അടുത്തതാണ് പാഠ്യചരങ്ങൾ. കൂട്ടരെ, പാഠ്യചരങ്ങൾ എന്താണ്? പാഠ്യചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, പാഠ്യചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടാസ്ക് വേരിയബിൾസ്. ടാസ്ക് വേരിയബിൾസ് നമുക്ക് എന്താണ് പഠിക്കാൻ കിട്ടിയിരിക്കുന്നത്, ആ മെറ്റീരിയലിന്റെ ഫാക്ടേഴ്സ് ആണ് ടാസ്ക് വേരിയബിൾസ്. പാഠ്യചരങ്ങൾ അല്ലെങ്കിൽ പാഠ്യവസ്തുവിന്റെ പ്രത്യേകതകൾ ചിലപ്പോൾ നമ്മളുടെ പഠനത്തെ ബാധിക്കുന്നു. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാഠ്യവസ്തുവിന്റെ ദൈർഘ്യം വളരെ കൂടുതലാണെങ്കിൽ എനിക്കത് പഠിക്കാൻ ഇത്തിരി സമയമെടുക്കും. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാഠ്യവസ്തുവിന്റെ ദൈർഘ്യം വളരെ കുറവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പഠിച്ചൂടെ? അപ്പോ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ എന്താണോ പഠിക്കാൻ എടുത്തു വച്ചിരിക്കുന്നത് ആ പാഠ്യവസ്തുവിന്റെ ഫാക്ടേഴ്സും എന്റെ പഠനത്തെ സ്വാധീനിക്കും. ദൈർഘ്യം കൂടിയത് പഠിക്കാൻ സമയമെടുക്കും, ദൈർഘ്യം കുറഞ്ഞ പാഠ്യവസ്തു പഠിക്കാൻ എനിക്ക് വളരെ കുറച്ച് സമയം മതി. അടുത്തത് പാഠ്യവസ്തുവിന്റെ കാഠിന്യ നിലവാരം. ഫ്രണ്ട്സ്, എത്ര വലിയ കണ്ടന്റ് ആണെങ്കിലും, ഈസി കണ്ടന്റ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെ? എന്നാൽ വളരെ ചെറിയ കണ്ടന്റ് ആണ് എന്ന് നമ്മൾ ആശ്വസിക്കുകയും എന്നാൽ അതിന്റെ കാഠിന്യ നിലവാരം വളരെ വലുതാണെങ്കിൽ അത് പഠിക്കാൻ സമയമെടുക്കില്ലേ? സോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാഠ്യവസ്തു അതിന്റെ കാഠിന്യ നിലവാരത്തിന് അനുസരിച്ചും നമുക്കതിന്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അടുത്തതാണ് അതിന്റെ അർത്ഥപൂർണത. ഫ്രണ്ട്സ്, ചില പാഠ്യവസ്തുക്കൾ പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താ പറയുമോ, അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, വളരെ മീനിങ് ഫുൾ ആണ് അല്ലെ, വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. എന്നാൽ ചിലത് വായിക്കുമ്പോൾ ഒരു കണക്ഷനും കിട്ടത്തില്ല, അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ പാഠ്യവസ്തു അർത്ഥപൂർണമായ ഒന്നാണോ ആണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലാത്ത പക്ഷം പഠനം മന്ദഗതിയിലാവും. കേട്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പോ അതും നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. യെസ് ഫ്രണ്ട്സ്, അടുത്തത് ഈ പാഠ്യചരങ്ങളെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഒന്നാമത്തെ ഏതാണ് ഫ്രണ്ട്സ്? പാഠ്യവസ്തുവിന്റെ ദൈർഘ്യം, ഡ്യൂറേഷൻ. അടുത്തത് പാഠ്യവസ്തുവിന്റെ കാഠിന്യ നിലവാരം. അടുത്തത് പാഠ്യവസ്തുവിന്റെ അർത്ഥപൂർണത. വ്യക്തമല്ലേ ഫ്രണ്ട്സ്? വ്യക്തമല്ലേ? അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, പഠന തന്ത്രചരങ്ങൾ എന്താണ്? കൂട്ടരെ, പഠന തന്ത്രചരങ്ങൾ എന്താണ് ഫ്രണ്ട്സ്? അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത്രയും നേരം നമ്മൾ കണ്ടത് പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ഇപ്പോ മൂന്നാമത് വന്നിരിക്കുന്നു പഠന തന്ത്രചരങ്ങൾ. നിങ്ങൾ എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്? ഇതാണ് മെത്തേഡ് വേരിയബിൾസ്. ഇതാണ് മെത്തേഡ് വേരിയബിൾസ്. മെത്തേഡ് വേരിയബിൾസ്. നിങ്ങൾ എന്ത് ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്, അതും നിങ്ങളുടെ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്ന്, പരിശീലനത്തിന്റെ വിതരണം. ഫ്രണ്ട്സ്, സ്ഥൂല പരിശീലന രീതിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതായത് നിങ്ങൾ ഒറ്റത്തവണ മാത്രം വായിച്ച് പഠിക്കുന്ന ആളാണോ? അല്ല, വിതരണ പരിശീലന രീതിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതോ വീണ്ടും വീണ്ടും നിങ്ങൾ ഒരു കാര്യം തന്നെ വായിച്ചു പഠിക്കുന്ന ആളാണോ? ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഒറ്റ വായനയിൽ തന്നെ കാര്യം മനസ്സിലാവും, ചില ആളുകൾക്ക് വീണ്ടും വായിച്ചാലേ പറ്റുള്ളൂ. ഇത് ഏതാണോ ഉപയോഗിക്കുന്നത് അതിന്റെ ബേസിസിൽ നിങ്ങളുടെ പഠനത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്തത് പഠനത്തിന്റെ അളവ്. നമ്മൾ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിക്കുകയാണ്, അധികമായി പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? സോ അധിക പഠനം പഠിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ കുറച്ചും കൂടെ ആ ഇൻഫർമേഷൻ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും. അധിക പഠനം ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പഠനത്തിനിടയിലെ ഉരുവിടൽ പഠനം, റെസിറ്റേഷൻ മെത്തേഡ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ബുക്ക് എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ ആടിയാ പഠിക്കുന്നത്. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ? ചില ആളുകൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. ചില ആളുകൾ ഉരുവിട്ടാണ്, പറഞ്ഞാണ് പഠിക്കുക. അതായിരിക്കും ചില ആളുകൾക്ക് ഉത്തമം. സോ അത് ഉപയോഗിക്കാം. സമ്പൂർണ്ണ രീതി, ഭാഗിക രീതി. ഫ്രണ്ട്സ്, ചില ആൾക്കാര് ഒരു കാര്യം പഠിക്കാൻ തുടങ്ങിയാൽ അത് ഫുള്ള് പഠിച്ചിട്ടേ എഴുന്നേക്കൂ. ചില ആളുകൾ കുറച്ച് പഠിക്കും, എഴുന്നേറ്റ് പോകും, പിറ്റേ ദിവസം അടുത്തത് കുറച്ച് പഠിക്കും, വീണ്ടും എഴുന്നേറ്റ് പോകും. ഇങ്ങനെയായിരിക്കും പഠിക്കുന്നത്. ഇതാണ് സമ്പൂർണ്ണ രീതി, ഭാഗിക രീതി. ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിൽ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ. ചില ആളുകൾ വീഡിയോ കണ്ടായിരിക്കും പഠിക്കുന്നത്, ചില ആളുകൾ ഓഡിയോ കേട്ടായിരിക്കും പഠിക്കുന്നത്, ചില ആളുകൾ വായിച്ചായിരിക്കും പഠിക്കുന്നത്. സോ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിലും ഈ പറയുന്ന വ്യത്യാസങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതികളെയാണ് പഠന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പഠന തന്ത്രചരങ്ങൾ, മെത്തേഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോ പഠനത്തെ സ്വാധീനിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണ്? അത് 1 നമ്മുടെ വൈയക്തിക ചരങ്ങൾ, 2 പഠന അല്ലെങ്കിൽ പാഠ്യ
ചരങ്ങൾ, 3 പഠന തന്ത്ര ചരങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ ആണ്, വ്യക്തമായിട്ട് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പഠന പുരോഗതി തുടക്കത്തിൽ പെട്ടെന്നുള്ളതും ക്രമേണ മന്ദഗതിയാവുകയും ചെയ്താൽ അത് എന്ത് തരം പഠന വക്രത്തിൽ കലാശിക്കുന്നതാണ് കൂട്ടുകാരെ? ഫ്രണ്ട്സ്, ഇവിടുത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഒരു വിദ്യാർത്ഥിയുടെ പഠന പുരോഗതി തുടക്കത്തിൽ പെട്ടെന്നുള്ളതും ക്രമേണ മന്ദഗതിയാവുകയും ചെയ്താൽ അത് എന്ത് തരം പഠന വക്രത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആ പഠനവക്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്? അതാണ് ലേണിംഗ് കേർവ് കേട്ടോ. ഇതാണ് ലേണിംഗ് കേർവ്. തുടക്കത്തിൽ വളരെ പെട്ടെന്നുള്ളതും എന്നാൽ പിന്നീട് വളരെ സ്ലോയിലുമാകുന്ന ആ പഠന രീതി എന്ത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഋജുരേഖാവക്രമാണോ, ഉന്മധ്യവക്രമാണോ, നദമധ്യവക്രമാണോ? ഇവയിലൊന്നുമല്ല. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ് എന്ന് എനിക്കറിയാം. ഋജുരേഖാവക്രം, ഉന്മധ്യവക്രം, നദമധ്യവക്രം, ഇതൊക്കെ എന്താണ് ഫ്രണ്ട്സ്? പലർക്ക് സംശയമുണ്ട് അല്ലെ? ഞാൻ ആൻസർ പറയുന്നില്ല, ആ കണ്ടന്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കൂ അതെന്താണെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം. ഫ്രണ്ട്സ്, ലേണിംഗ് കേർവ് എന്താണ് കൂട്ടുകാരെ? ലേണിംഗ് കേർവ് എന്ന് പറയുന്നത് അതായത് ഞാൻ എത്ര സമയം കൊണ്ട് എത്ര കണ്ടന്റ് പഠിച്ചു, ഞാൻ എത്ര സമയം കൊണ്ട് എത്ര കണ്ടന്റ് പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ പഠന പുരോഗതി എങ്ങനെയാണ്, എത്ര കണ്ടന്റ് എന്നതിനേക്കാൾ ഉപരി എൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്. സമയം കൂടുന്തോറും നമ്മൾ കൂടുതൽ കണ്ടന്റ് പഠിക്കും, പക്ഷെ എൻ്റെ പഠന പുരോഗതി എങ്ങനെയാണ്, ഇതിനെ പ്ലോട്ട് ചെയ്താൽ, ഇതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് വിധേയമാക്കിയാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കേർവ്. എത്ര സമയം കൊണ്ട് എൻ്റെ പഠന പുരോഗതി എത്ര, ഇതാണ് പഠനവക്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലേണിംഗ് കേർവ് ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് പഠനവക്രം. വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് പഠനത്തിൽ എന്ത് പ്രോഗ്രസ് ആണ് ഉണ്ടായത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പഠനവക്രം. പഠിതാവിന്റെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ രേഖയാണ് പഠനവക്രം അല്ലെ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാമേ, ഈ പഠനവക്രത്തിന്റെ അർത്ഥം എന്താണ്? വളരെ കോൺസ്റ്റന്റ് ആയിട്ട് പുരോഗതി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ പഠനവക്രത്തിന്റെ അർത്ഥം എന്താണ്? ആദ്യം പെട്ടെന്ന് പഠിക്കുകയും പിന്നീട് മന്ദഗതിയിലായി മാറുകയും ചെയ്യുന്നു അല്ലെ. ഈ പഠനവക്രത്തിന്റെ അർത്ഥം എന്താണ്? ആദ്യം സ്ലോയിലാ പഠിക്കുന്നത്, പെട്ടെന്ന് പഠനം തീവ്രമായ രീതിയിലേക്ക്, ത്വരിതമായ രീതിയിലേക്ക് മാറുകയാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഈ പഠനവക്രത്തിന്റെ വ്യത്യസ്ത രീതികൾ. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ആദ്യത്തേതാണ് ഋജുരേഖാവക്രം. ഋജുരേഖാവക്രം ഫ്രണ്ട്സ്, ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കേർവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ കേർവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പഠനത്തിൽ ഒരേ നിരക്കിലുള്ള പുരോഗതി, ഞാനതിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. പഠനത്തിൽ ഒരേ നിരക്കിലുള്ള പുരോഗതി, സമയം കൂടുന്തോറും പുരോഗതിയും ഒരേ ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് അസാധാരണമാണ്. ഇത് ആക്ച്വലി ഇംപ്രാക്ടിക്കൽ ആണ് അല്ലെ. നിങ്ങൾക്ക് സമയം കൂടുന്തോറും പുരോഗതി ഇങ്ങനെ റോക്കറ്റ് വിട്ടതുപോലെ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കോ? ഇല്ലല്ലോ. ഇടയ്ക്ക് നമ്മളൊന്ന് ഡൗൺ ആവും, ഇടയ്ക്ക് നമ്മുടെ പുരോഗതി ഒന്ന് കുറയും അല്ലെ. ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ പുരോഗതികൾ സംഭവിക്കുക അല്ലെ. അപ്പൊ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഗ്രാഫാണ്, എപ്പോഴും നടക്കുന്ന ഒന്നല്ല. നമുക്ക് എപ്പോഴും ഒരേ ലെവലിൽ പുരോഗതി കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. കൂടാതെ ഇതാണ് ഋജുരേഖാവക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കേർവ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഇത് ഒരു ഒട്ടും റിയൽ ലൈഫിൽ പോസിബിൾ അല്ലാത്ത ഒരു ഗ്രാഫാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഒരേ നിരക്കിൽ പഠന പുരോഗതി മുന്നോട്ട് പോകുന്നു. ഫ്രണ്ട്സ്, അടുത്തതാണ് ഉന്മധ്യവക്രം. കൂട്ടരെ, ഉന്മധ്യവക്രം എന്ന് പറഞ്ഞാൽ കോൺവെക്സ് കർവ് ആണ് കേട്ടോ. ഉന്മധ്യവക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് കർവ് ആണ്. പ്രാരംഭഘട്ടത്തിൽ ത്വരിതഗതി, എന്നാൽ ക്രമേണ മന്ദഗതി. ഞാനിവിടെ വരയ്ക്കുന്നു. പ്രാരംഭഘട്ടത്തിൽ ത്വരിതഗതി, എന്നാൽ ക്രമേണ മന്ദഗതി. ഇതാണ് കോൺവെക്സ് കർവ് കേട്ടോ. പ്രാരംഭഘട്ടത്തിൽ ത്വരിതഗതി, പിന്നീട് മന്ദഗതിയിലാണ് പഠനമെങ്കിൽ ഇതാണ് ഉന്മധ്യവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് ആണ് കേട്ടോ. ഉന്മധ്യവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ്. ഫ്രണ്ട്സ്, ഇതിൽ തന്നെ നമുക്ക് ഋണത്വരണ പഠനവക്രം എന്നും
നമുക്ക് ഇവരെ വിളിക്കാം നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്നും നമുക്കിതിനെ വിളിക്കാം. ഋണ ത്വരണ പഠനവക്രം എന്ന് നമുക്ക് വിളിക്കാം. നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആക്സിലറേഷൻ നോക്കൂ, ഇവിടെ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് അത് കുറഞ്ഞല്ലേ വരുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നു ഋണ ത്വരണ പഠനവക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ്. അപ്പൊ ഫ്രണ്ട്സ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പഠനം ആദ്യം ഭയങ്കര സ്പീഡിലും എന്നിട്ട് മന്ദഗതിയിലുമായി മാറിയാൽ ഫ്രണ്ട്സ്, ഇതാണ് ഉന്മധ്യവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ്. ഇതിനെ തന്നെയാണ് ഋണത്വരണ പഠനവക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്നും നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികൾ എപ്പോഴാണ് കോൺവെക്സ് കർവ് ഉന്മധ്യവക്രത്തിലേക്ക് പോകുന്നത്? നമ്മൾ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് എങ്കിൽ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾ ആദ്യം അത് വളരെ പെട്ടെന്ന് പഠിക്കുകയും പിന്നീട് പഠനം മന്ദഗതിയിലാവുകയും ചെയ്യും. കാരണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഠനം മന്ദഗതിയിലല്ലേ ആണ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയി പോയാൽ കുട്ടികൾ ഉന്മധ്യവക്രത്തിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. അടുത്തത്, പഠിതാവിന് സമാന പഠന പ്രവർത്തനത്തിൽ മുൻ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ കർവ് ആയിരിക്കും കാഴ്ചവെക്കുക. അതായത് നമ്മൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് മുൻ അനുഭവം ഉണ്ട് എങ്കിൽ കുട്ടി ആദ്യം തന്നെ അത് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും പിന്നീട് കുട്ടിയുടെ പഠനം മന്ദഗതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈ പ്രധാനപ്പെട്ട ഉന്മധ്യവക്രത്തിലേക്ക് ആ വ്യക്തി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കേസുകളിലാണ്. ഒന്ന്, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ലളിതമായി പോകുമ്പോൾ. രണ്ട്, ആ പഠിതാവിന് സമാന പ്രവർത്തനങ്ങളിൽ മുൻ പരിചയമുണ്ട് എങ്കിൽ ആദ്യം തന്നെ വളരെ പെട്ടെന്ന് പഠിക്കും, എന്നിട്ട് അത് മന്ദഗതിയിലേക്ക് പോകാനാണ് സാധ്യത. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഈ വക്രം ഏതാണ്? ഉന്മധ്യവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ്. മലയാള പദം പാടാണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് നിങ്ങളൊന്ന് എഴുതി പഠിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ആദ്യത്തേത് ഋജുരേഖാവക്രം, ഇപ്പോഴത്തേത് ഉന്മധ്യ വക്രം. കൂട്ടരെ മൂന്നാമത്തേതാണ് നദമധ്യവക്രം. എന്താണ്? നദമധ്യവക്രം. കോൺകേവ് കർവ്. എന്തായിരിക്കും കോൺകേവ് കർവ്? തുടക്കത്തിൽ പഠന പുരോഗതി മന്ദഗതി ക്രമേണ വർദ്ധിക്കുന്നു. ആ കർവ് ഞാനിവിടെ വരയ്ക്കുകയാണ്. തുടക്കത്തിൽ പഠനം മന്ദഗതി, എന്നാൽ ക്രമേണ ഇങ്ങനെ വർദ്ധിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു പഠന രീതിയാണ് അല്ലെങ്കിൽ പഠന പുരോഗതിയാണ് നദമധ്യവക്രം സൂചിപ്പിക്കുന്നത്. കോൺകേവ് കർവ്. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആക്സിലറേഷൻ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ പോവല്ലേ. അതുകൊണ്ട് ഇത് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് ആണ്, ധനത്വരണ പഠനവക്രമാണ്. നേരത്തെ നെഗറ്റീവ്ലി ഋണത്വരണമായിരുന്നെങ്കിൽ ഇത് ധനത്വരണമാണ്, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ്. എപ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിൽ പുരോഗതി കാണിക്കുക? ഒന്ന്, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ടഫ് ടോപ്പിക് ആണ് എങ്കിൽ, പ്രയാസകരമായ ഒരു ടോപ്പിക് ആണ് എങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുട്ടികൾ ആദ്യം അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ ഇത്തിരി സമയമെടുക്കും. ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുക്കും. അതാണ് ആദ്യം സ്ലോയിലും പിന്നെ സ്പീഡിലും ആയി മാറുന്നത്. എന്നാൽ കുട്ടികൾക്ക് സമാന പ്രവർത്തനങ്ങളിൽ മുൻപരിചയം ഇല്ല എങ്കിലും, കുട്ടി ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എങ്കിലും അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ ആദ്യം കുറച്ച് സമയമെടുക്കും, എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് കയറി പോകും. ക്ലിയർ അല്ലേ കൂട്ടർ? ഇതാണ് നദമധ്യവക്രം അല്ലെങ്കിൽ കോൺകേവ് കർവ്. ഇനി നമ്മുടെ ആ ചോദ്യത്തിലേക്ക് ഒന്ന് വന്നാലോ? ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഫ്രണ്ട്സ്? ഒരു വിദ്യാർത്ഥിയുടെ പഠന പുരോഗതി തുടക്കത്തിൽ പെട്ടെന്നുള്ളതും ക്രമേണ മന്ദഗതിയിലുമായാൽ ഋജുരേഖയാണോ, ഉന്മധ്യമാണോ, നദമധ്യമാണോ, ഇവയിലൊന്നുമല്ല. കൂട്ടർ ഇത് കോൺവെക്സ് അല്ലേ? കോൺവെക്സിന്റെ മലയാളമായിട്ട് പറഞ്ഞത് എന്താണ്? ഉന്മധ്യവക്രമാണ് കേട്ടോ. ആൻസർ ബി ആണ്. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതും നമ്മുടെ കൂട്ടുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഫ്രണ്ട്സ്, അടുത്തത് സമ്മിശ്ര വക്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. സമ്മിശ്ര വക്രം അല്ലെങ്കിൽ മിക്സഡ് കർവ്. പഠനം മന്ദഗതിയിൽ തുടങ്ങുന്നു, പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയാകുന്നു. അതായത് പഠനം മന്ദഗതിയിൽ തുടങ്ങുന്നു, പെട്ടെന്ന് കൂടി വീണ്ടും മന്ദഗതിയിലാകുന്നു. ഒരു എസ് ആകൃതി അല്ലേ ഇത്? അതായത് ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷനും ഉണ്ട്, നെഗറ്റീവ് ആക്സിലറേഷനും ഉണ്ട് അല്ലെ. അതുകൊണ്ട് ഇതൊരു മിക്സ്ഡ് കർവ് ആണ്. ഇത് എസ് ആകൃതിയിലെ കർവ് ആണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നു സമ്മിശ്ര വക്രം അല്ലെങ്കിൽ മിക്സ്ഡ് കർവ്. ക്ലിയർ? വ്യക്തമല്ലേ? വ്യക്തമാണ് കേട്ടോ. കൂട്ടരെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പഠന ത്വരണത്തിന്റെ കാര്യത്തിൽ ശരിയായതേത്?
പഠനത്വരണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പഠനം എപ്പോഴും ഋണത്വരണം കാഴ്ചവെക്കും. പഠനം എപ്പോഴും ധനത്വരണം കാഴ്ചവെക്കും. പഠനം എപ്പോഴും ഒരേ നിരക്കിൽ പുരോഗമിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫ്രണ്ട്സ്? പഠന പുരോഗതിയുമായി ബന്ധപ്പെട്ട ലേണിംഗ് ആക്സിലറേഷൻ എപ്പോഴും ഒരേ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുവോ, കുറഞ്ഞുകൊണ്ടിരിക്കുവോ, ഋണത്വരണം ധനത്വരണം മാത്രമായിരിക്കുവോ, എങ്ങനെയായിരിക്കും ഫ്രണ്ട്സ്? എപ്പോഴും ശ്രദ്ധിച്ചോളുക, പഠിത്തത്തിൽ പുരോഗതിയിൽ പഠനത്വരണത്തിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അല്ലെ? എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ഒരേ ലെവലിൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല. എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഫ്രണ്ട്സ്, പഠന വക്രങ്ങൾക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ പഠന വക്രങ്ങളിൽ പൊതുവെ ഒരു മന്ദ പുരോഗതിയുടെ കാലം ഉണ്ടാവും. അല്ലെ? വളരെ പതുക്കെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടാവുമല്ലോ. ഗ്രാഫുത ഇങ്ങനെയാണെങ്കിൽ ഇതാണ് മന്ദ പുരോഗതി, ഗ്രാഫുത ഇങ്ങനെയാണെങ്കിൽ ഇതാണ് മന്ദ പുരോഗതി. അല്ലെ? എപ്പോഴും ഒരു മന്ദ പുരോഗതിയുടെ കാലഘട്ടം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ എപ്പോഴും എന്തും ഉണ്ടാവും? ദ്രുത പുരോഗതിയുടെ കാലഘട്ടവും ഉണ്ടാവും. പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന സമയവും നമ്മുടെ ഈ കേവുകളിൽ ഉണ്ടാവും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഈ നമ്മൾ പഠിക്കുമ്പോൾ നോർമൽ അവസ്ഥയിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പ്രകടമായ പുരോഗതി കാണിക്കാത്ത കാലവും ഉണ്ടാവും കേട്ടോ. ചില സമയങ്ങളിൽ എത്ര പഠിച്ചാലും നമുക്ക് ഈ ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ നിൽക്കാൻ സാധ്യതയുണ്ട്. അതും എന്താണ്? പോസിബിൾ ആണ് കേട്ടോ. അങ്ങനെയും ചിലപ്പോൾ നമ്മുടെ പഠന വക്രങ്ങളിൽ സംഭവിക്കാറുണ്ട്. അധോഗതിയുടെ കാലം. കൂട്ടരെ, അധോഗതി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പഠനം പെട്ടെന്ന് അങ്ങ് താഴേക്ക് പോകും. ഇതാണ് അധോഗതിയുടെ കാലം. സോ ഒരു റിയൽ ലൈഫിൽ ഒരു കുട്ടിയുടെ പഠന പുരോഗതി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പഠന വക്രമായിരിക്കും കാണിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പഠന വക്രങ്ങളുടെ ഉപയോഗ പരിധിയിൽ പെടാത്തതേത്? താഴെ പറയുന്നവയിൽ പഠന വക്രങ്ങളുടെ ഉപയോഗ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏത്? ലേണിംഗ് കർവ്സ് ഉപയോഗിക്കാത്തത് ഏത്? പഠിതാക്കളിലെ പഠന പുരോഗതി മനസ്സിലാക്കാൻ അത് ഉപയോഗിക്കുമല്ലോ, ഉപയോഗിക്കും. സ്വന്തം പുരോഗതി മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ, അധ്യാപകന് തന്റെ ബോധന തന്ത്രങ്ങളിൽ മാറ്റം കൊണ്ടുവരുത്താൻ, കുട്ടികളുടെ ബുദ്ധി അളക്കാൻ. ഫ്രണ്ട്സ്, ഇവിടെ കുട്ടികളുടെ ബുദ്ധി അളക്കാൻ നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറില്ല? പുരോഗതി ഉപയോഗിക്കാറില്ല. കുട്ടികളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പഠിതാക്കളുടെ പുരോഗതി മനസ്സിലാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഈ ഗ്രാഫ് നോക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതി ശരിയാണോ, അത് മാറ്റിപ്പിടിക്കണോ എന്ന് അധ്യാപകന് ഒരു ധാരണ കിട്ടും. സോ തന്റെ ബോധന തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് അധ്യാപകന് ലേണിംഗ് കേർവ് വഴി മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പഠന വക്രങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കുട്ടികളുടെ ബുദ്ധി അളക്കുക എന്ന ഒരു ആശയത്തിന് വേണ്ടി മാത്രമാണ്. ഫ്രണ്ട്സ്, ക്ലാസ് മുറിയിൽ നമുക്ക് ഇത് എന്തിനുപയോഗിക്കാം? പഠിതാക്കളുടെ പുരോഗതി മനസ്സിലാക്കാൻ, പഠനത്തിലെ വ്യക്തി വ്യത്യാസവുമായി പരിചയപ്പെടാൻ അധ്യാപകന് സാധിക്കുന്നു. കാരണം അധ്യാപകന് സ്വയം ചേഞ്ച് ചെയ്യാൻ പറ്റും. അധ്യാപകന് തന്റെ ബോധന തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സ്വന്തം പുരോഗതി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ ഗ്രാഫ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അധ്യാപകന് പറയാം, ദേ കണ്ടോ, നിന്റെ ഈ പഠിത്തം പോരാ, താഴേക്കാ പോയേക്കുന്നത്. സോ കുട്ടികൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. പുരോഗതി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു. അല്ലെ? എന്റെ ഗ്രാഫ് മറ്റൊരു കുട്ടിയുടെ ഗ്രാഫുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യം. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം, അനഭിലഷണീയമായ പീഠസ്ഥലി ഒഴിവാക്കാൻ ഉചിതമല്ലാത്തത് ഏത്? കൂട്ടരെ, പീഠസ്ഥലി എന്ന് പറഞ്ഞാൽ പ്ലേറ്റോ. അതായത് പഠിച്ചൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തും. അങ്ങനെയുള്ളൊരവസ്ഥയാണ് പീഠസ്ഥലി അല്ലെങ്കിൽ പ്ലേറ്റോ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇത് ഒഴിവാക്കാൻ എന്താണ് മാർഗം? അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കാത്ത രീതി എന്താണ്? പഠന പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക, പഠന തന്ത്രങ്ങളെ മാറ്റി പരിശോധിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതേപടി തുടരുക. ഫ്രണ്ട്സ്, ഒരു കുട്ടിക്ക് പഠിച്ചിട്ട് ഒരു പോയിന്റിനപ്പുറം ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനിത് പഠിക്കുന്നു എന്ന ലക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്തത്, കുട്ടിയുടെ ഡിസ്ട്രാക്ഷൻ, ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങളെ മാറ്റിയാൽ കുട്ടിക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന രീതി മാറ്റിപ്പിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഉപദേശിക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ചെയ്യാത്ത എന്താണ്? നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അതിന്റെ അപ്പുറത്തേക്ക് പിന്നീട് പോകാൻ കഴിയില്ല കേട്ടോ. സോ അതാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാത്ത ഒരു രീതി കേട്ടോ. സോ പഠന പീഠസ്ഥലി ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നാണ് ഈ നാലാമത്തെ ഓപ്ഷൻ. എന്താണ് പീഠസ്ഥലി? പഠിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ അതിന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റാത്തതാണ് അതിന്റെ പീഠസ്ഥലി എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഒരു പ്ലേറ്റോയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്.
അനഭിലഷണീയമായ പീഡസ്ഥലികൾ ഒഴിവാക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ്? അതായത് കുട്ടികൾ പഠിച്ച് ഒരു സ്റ്റോപ്പ് എത്തി, കുട്ടികൾക്ക് ഇനി ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ഒരു പൊസിഷനിൽ എത്തി അവിടെ നിന്നു പോകാതെ പഠിച്ചു മുന്നേറാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? അതാണ് ഇവിടുത്തെ ചോദ്യം. കാര്യക്ഷമമായ ബോധന രീതികൾ തിരഞ്ഞെടുക്കുക. പല തരത്തിലുള്ള ടീച്ചിങ് ലേണിംഗ് രീതികൾ അവലംബിക്കുക. കുട്ടിക്ക് പഠിച്ചു മുന്നേറാൻ പറ്റും. പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. എന്തിനിത് പഠിക്കുന്നു എന്നത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. കാഠിന്യ നിലവാരത്തിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ നൽകുക. 5ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സുകാരന്റെ ടോപ്പിക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിച്ച് മുന്നേറാൻ പറ്റില്ല. കുട്ടി ഒരു പ്ലേറ്റോയിൽ തട്ടി നിൽക്കും ഇങ്ങനെ. അതുകൊണ്ട് എന്താണ്, കുട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടിക്ക് മുന്നേറാൻ പറ്റും. പീഡസ്ഥലി ഒഴിവാക്കാനും ഈ പറഞ്ഞ കുട്ടികൾക്ക് പറ്റും. പെട്ടെന്ന് പുതിയ പാഠ്യവസ്തുക്കൾ അവതരിപ്പിക്കാതിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ പുതിയ കോൺസെപ്റ്റുകൾ എടുത്ത് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ കുട്ടികൾ ഞെട്ടിപ്പോകും, കുട്ടികൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. ഒരു പ്ലേറ്റോ ഹിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും, പീഡസ്ഥലിയിൽ എത്തി നിൽക്കും കേട്ടോ. സോ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടി അനഭിലഷണീയമായ പീഡസ്ഥലികൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അനഭിലഷണീയമായ പീഡസ്ഥലികൾ ഒഴിവാക്കാനുള്ള നടപടികൾ വേറെ വല്ലതുമുണ്ടോ? ഫ്രണ്ട്സ്, ഉചിതമായ ദൃശ്യ ശ്രാവ്യോപകരണങ്ങൾ ഉപയോഗിക്കുക. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോയിന്റ് കഴിഞ്ഞ് കുട്ടികൾക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊജക്ടർ ഇട്ടിട്ട് ഒരു PPT അങ്ങ് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അല്ല, കുട്ടിക്ക് മറ്റ് രീതിയിൽ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള മറ്റ് രീതികൾ കുട്ടിക്ക് ഉപയോഗിക്കുക. മോഡൽ വെച്ച് പഠിപ്പിക്കുക, വീഡിയോ കാണിച്ച് പഠിപ്പിക്കുക, ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോയി പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പീഡസ്ഥലി ഒഴിവാകും. അഭിപ്രേരണ ഉണർത്താനും നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയുടെ അഭിപ്രേരണ ഉണർത്താനും നിലനിർത്താനും മോട്ടിവേഷൻ കുട്ടികൾക്ക് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയും പ്രേരിപ്പിക്കുക. കുട്ടികൾക്ക് പഠന പുരോഗതി ഉണ്ടാകും. ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക. കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ കുട്ടി ആ പീഡസ്ഥലിയിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, അതായത് കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു പോയിന്റ് എത്തി, വീട്ടിൽ ഫോൺ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ പ്ലേറ്റോയിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് ആ പീഡസ്ഥലി. ആ ഫോണിനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ പഠനം വീണ്ടും പുരോഗതിയിലേക്ക് പോവുകയാണ്. സോ ശ്രദ്ധ ചലിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളെ മാറ്റിയാൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഈ പറയുന്ന കുട്ടിയുടെ ഒരു പുരോഗതിയെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ചില കടുകെട്ടിയ വാക്കുകൾ ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. അത് എഴുതി പഠിക്കണം കേട്ടോ. കുറേ ജനറൽ പോയിന്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ പോയിന്റുകളൊക്കെ തീരെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ സമയം കളഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ ഒന്ന് പ്രധാനമായിട്ട് വായിച്ചു എന്താണ് അത്തരത്തിലാണ് നമ്മൾ ചർച്ച ചെയ്താണ് പോയത്. അപ്പൊ വീണ്ടും അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിലെ പഠന വക്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, പഠനം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഈ പുതിയ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക. അത് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേറൊരു യൂണിറ്റുമായിട്ട് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.